നമസ്കാരം. എല്ലാവർക്കും എ പ്ലസ് അക്കാദമിയുടെ വീഡിയോ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഇൻ സെർച്ച് ആൻഡ് സോഴ്സ് ഓഫ് വിൻഡ് അഥവാ കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്, മനസ്സിലാക്കിയിട്ട് പഠിക്കണം, എന്നാൽ വളരെ ഈസിയാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. ഒന്ന് രണ്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഐഡിയ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലാസ്റ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വ്യക്തമാക്കിയിട്ട് മനസ്സിലാവണം. മനസ്സിലാക്കിയില്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, ചോദിച്ചിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പ്രവേശിക്കാം. ചാപ്റ്ററിന്റെ പേരിൽ തന്നെ ഉണ്ട് കാറ്റിന്റെ ഉറവിടം തേടി, അല്ലെ, ഇൻ സെർച്ച് ആൻഡ് സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി പേരിൽ തന്നെ ഉണ്ട് എന്താണ് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെന്ന്. അപ്പൊ എങ്ങനെയാണ് കാറ്റുകൾ രൂപപ്പെടുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്സ് ഓഫ് കാറ്റുകളാണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് വിൻഡുകളാണ് ഉള്ളത്, അത് എവിടെ നിന്നൊക്കെയാണ് വീശുന്നത്, അത് എവിടെ നിന്നൊക്കെയാണ് ബ്ലോ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ ഒരു ഭാഗമുണ്ട്, അല്ലെ, വാസ്കോ ഡ ഗാമ നമ്മളെ കേരളത്തിലെത്തിയ ഒരു കുറിപ്പോട് കൂടിയാണ് ചെയ്യുന്നത് നമ്മൾ ചാപ്റ്റർ ചെയ്യുന്നത് ആരംഭിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ, അദ്ദേഹം 4 പായക്കപ്പലുകളുമായിട്ട് കേരളത്തിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു സന്ദർഭങ്ങൾ പറയുന്നുണ്ട്, അല്ലെ. എന്തിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്, അല്ലെ, അദ്ദേഹത്തെ ഇവിടെ എത്താൻ സഹായിച്ചിട്ടുള്ളത് എന്താണ്. പായക്കപ്പൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെ, പണ്ട് കാലത്തൊക്കെ ആളുകൾ ഹജ്ജിനൊക്കെ പോയിരുന്നു, അല്ലെ. നിങ്ങളുടെ വല്യമ്മമാരും അതുപോലെ തന്നെ വല്യപ്പന്മാരൊക്കെ അവരൊക്കെ പറഞ്ഞു തരും എന്താണ് പണ്ട് കാലത്തൊക്കെ ആളുകൾ ഹജ്ജിനും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിരുന്നത് എങ്ങനെയായിരുന്നു, പായക്കപ്പലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, അല്ലെ. ഈ പായക്കപ്പൽ എങ്ങനെയാണ് പോവുക, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോവുക, കാറ്റുകളുടെ ഗതിക്കനുസരിച്ചാണ് എന്ത് ചെയ്യുക, അവ മൂവ് ചെയ്യുക, അല്ലെ. അവിടെ എത്തിയെങ്കിൽ എത്തി എന്നുള്ള ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പണ്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിരുന്നത് പോയിരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വാസ്കോ ഡ ഗാമ നമ്മുടെ കേരളത്തിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, കാറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ കാറ്റുകൾക്ക് എന്തുണ്ട്, അത്തരത്തിലും വളരെയധികം പ്രാധാന്യങ്ങളുണ്ട്, അല്ലെ. വിൻഡിന് അത്രത്തോളം എന്തുണ്ട് പ്രാധാന്യങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് കാറ്റുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് ചാപ്റ്ററിൽ നമുക്ക് നോക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഇതിലൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്യണം നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റത്തേതാണത് എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്തരീക്ഷം ഒന്നാമത്തെ കോൺസെപ്റ്റ് ആണ്. എന്താണ് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്. എന്താണ് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുണ്ട്, നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തുണ്ടായിരിക്കും, വായു ഉണ്ടായിരിക്കും, അല്ലെ. എയർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കും. ഈ എയറിന് എന്തുണ്ട് അറിയാം, ഒരു ഭാരം ഉണ്ടായിരിക്കും അഥവാ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. ഈ വെയിറ്റ് ആണ് എന്ത് പറയുന്നത് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഒന്നിനും ശ്രദ്ധിച്ചോ, നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടായിരിക്കുന്ന വായു ചെലുത്തുന്ന ഭാരത്തിനെ പറയുന്ന പേരാണ് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടായിരിക്കുന്ന അഥവാ അന്തരീക്ഷ മർദ്ദത്തിൽ കുറച്ച് വ്യതിയാനങ്ങൾ സംഭവിക്കും, വേരിയേഷൻസ് സംഭവിക്കും. ഈ വേരിയേഷൻസ് ആണ് എന്തുണ്ടാക്കുന്നത്, കാറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നത്. ശ്രദ്ധിച്ചോ, ഇതിൽ കുറച്ച് എന്തുണ്ടായിരിക്കും, വേരിയേഷൻസ് അഥവാ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും അഥവാ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഈ വേരിയേഷൻസ് ആണ് എന്തുണ്ടാകുന്നത്, കാറ്റുകൾ രൂപപ്പെടുത്തുന്നത് അഥവാ വിൻഡുകൾ രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കും എയർ ഉണ്ടായിരിക്കും അഥവാ വായു ഉണ്ടായിരിക്കും. ഈ വായുവിൽ നിന്നുണ്ടായിരിക്കും ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. ആ വെയിറ്റ് ആണ് എന്ത് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് സംഭവിക്കുന്നത് കാറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നത്. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായും വായു നമ്മൾ പറഞ്ഞല്ലേ, വായുവിന് എന്തുണ്ട്, വെയിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെ. എന്തൊക്കെയാണ് വെയിറ്റ്, എത്ര തരത്തിലാണ് വെയിറ്റ് ഉള്ളത് വായുവിന് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ, ആവറേജ് വെയിറ്റ് എയറിന്റെ വായുവിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്, ഭാരം എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. ഒരു ചതുരശ്ര മീറ്ററിൽ 1400
മില്ലിഗ്രാം ആണെന്നുള്ളത് ഭാരമുള്ളത്. ഒരു ചതുരശ്ര മീറ്ററിൽ വായുവിന്റെ ഭാരമാണ് പറയുന്നത്. ഒരു ചതുരശ്ര മീറ്ററിൽ 1038 മില്ലിഗ്രാം അഥവാ ഒരു സെന്റിമീറ്റർ സ്ക്വയറിൽ 1038 മില്ലിഗ്രാം ആണെന്നുള്ളത് വായു ഉള്ളത്. മനസ്സിലായോ? വായുവിന്റെ ഭാരം എന്ന് പറയുന്നത്, വായുവിന്റെ ആവറേജ് ഭാരം എന്ന് പറയുന്നത് ഒരു ചതുരശ്ര കിലോമീറ്റർ 1038 മില്ലിഗ്രാം ആണെന്നുള്ളത് വായുവിന്റെ ഭാരം എന്ന് പറയുന്നത്. ഇനി ഇത് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് അഥവാ ഈ വായുവിന്റെ ഭാരം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് എന്ത്? മെർക്കുറി രസബാരോമീറ്റർ എന്ന് പറയുന്നത്. രസബാരോമീറ്റർ അഥവാ മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത്. മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1 വേർഡ് ചോദിക്കും. എന്താണ് നമ്മുടെ വായു അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം ഏതാണെന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പൊ എന്താണ്? രസബാരോമീറ്റർ അഥവാ മെർക്കുറി ബാരോമീറ്റർ ആണ് വായു അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അഥവാ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വായുവിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അഥവാ അതിന്റെ വെയിറ്റ് ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് പറയുന്നത്. എങ്ങനെയാണ് കണക്കാക്കുക? ഇപ്പൊ നമ്മൾ ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ, കടയിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ 1 കിലോ അരി വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? കിലോഗ്രാം എന്ന രീതിയിലാണ് എന്ത് ചെയ്യുക? നമുക്ക് കണക്കാക്കുക. അതുപോലെ തന്നെ വായുവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിബാർ എന്ന രീതിയിലാണ് എന്ത് ചെയ്യുക? മില്ലിബാർ അഥവാ MB മില്ലിബാർ എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഹെക്ടോ പാസ്കൽ അഥവാ HAP ഈ 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കണക്കാക്കുന്നത്. അപ്പോൾ വായുവിന്റെ ആവറേജ് ഭാരം എന്ന് പറയുന്നത് ഒരു ചതുരശ്ര മീറ്ററിൽ 1038 മില്ലിഗ്രാം അഥവാ ഒരു സെന്റിമീറ്റർ സ്ക്വയറിൽ 1038 മില്ലിഗ്രാമും. അതുപോലെ തന്നെ അത് അളക്കുന്നതിനുള്ള ഉപകരണമാണ് രസബാരോമീറ്റർ അഥവാ മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് ആണ് മില്ലിബാർ അഥവാ മില്ലിബാർ ആൻഡ് ഹെക്ടോ പാസ്കൽ എന്ന് പറയുന്ന 2 ഉപകരണങ്ങളാണ് അതിന്റെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു 1 വേർഡ്. ഇത് ഇമ്പോർട്ടന്റ് ഉണ്ടോ? ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ 1 വേർഡിന് വരും, ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പൊ അത് നോക്കിയിട്ട് വെക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒന്ന് ഉപകരണം ഏതാണ്, അതുപോലെ തന്നെ യൂണിറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് വെക്കണം കേട്ടോ. 1 വേർഡിന് വരും. പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? എന്താ അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടായിരിക്കുന്ന വായുവിന്റെ ചെലുത്തുന്ന ഭാരത്തിനെ പറയുന്ന പേരാണിത് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു അല്ലെ? നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കുന്ന എയറിനുണ്ടായിരിക്കുന്ന വെയിറ്റിനെ പറയുന്ന പേരാണിത് അന്തരീക്ഷ മർദ്ദം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഈ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് അഥവാ വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത് കാറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നത്. ഇനി അത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളി, 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ശ്രദ്ധിക്കാം. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് atmospheric pressure. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഒന്നാമത്താണത് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്നാമത്തതാണ് ഉയരം അഥവാ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് എന്ത്? ടെമ്പറേച്ചർ അഥവാ താപം അഥവാ ടെമ്പറേച്ചർ. മൂന്നാമത്തതാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, 3 മാർക്കിനൊക്കെ ചോദിക്കും പരീക്ഷയ്ക്ക്. എന്തൊക്കെയാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന
പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഘടകമാണ് ഉയരം അഥവാ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് താപം അഥവാ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഈ 3 ഘടകങ്ങളാണ് എന്ത് സംഭവിക്കുന്നത്? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുകയും അങ്ങനെ അത് സ്വാധീനിച്ചതിന്റെ പേരിൽ എന്ത് സംഭവിക്കും? അതിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും. ആ വ്യതിയാനങ്ങളാണ് സംഭവിക്കുന്നത് കാറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഓരോന്നും 1 by 1 ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേതാണ് ഉയരം എന്ന് പറയുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം? ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം കേട്ടോ. ഇതിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു ചെറിയ കോൺസെപ്റ്റ് അഥവാ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഐഡിയപരമായിട്ടുള്ള കാര്യമാണെന്ത്? ഒരു ഐഡിയ ആണെന്ത്? ശ്രദ്ധിച്ചോ. ഉയരം കൂടുന്തോറും ഇതിൽ പഠിക്കേണ്ടതാണ്. ഉയരം കൂടുന്തോറും, ഉയരം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ അഥവാ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഉയരം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കുറയുകയും ഉയരം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കൂടുകയുമാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോ ഇത് തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഉയരം ഒന്ന് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് കുറയുകയും ഒന്ന് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് കൂടുകയുമാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ. ഉയരം കൂടുമ്പോൾ എങ്ങനെയാണ് അന്തരീക്ഷ മർദ്ദം കുറയുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിച്ചോ കേട്ടോ. മനസ്സിലായോ? അതായത് നമ്മൾ പഠിക്കുന്ന അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്നാമത്തേതാണ് ഉയരം എന്ന് പറയുന്നത്. ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ഉയരം കൂടുമ്പോൾ എങ്ങനെയാണ് അന്തരീക്ഷ മർദ്ദം കുറയുകയും ഉയരം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം എങ്ങനെയാണ് കൂടുകയും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കിയാൽ നമ്മൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോവാണ് അല്ലെ? ശ്രദ്ധിച്ചോ. നമ്മൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോവാണെന്ന് വിചാരിക്കാം. ഇപ്പോ ഊട്ടി, അതേപോലെ തന്നെ മൂന്നാറ്, കൊടൈക്കനാല്, അത്തരത്തിലുള്ള പ്രദേശങ്ങൾ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലുള്ള സ്ഥലങ്ങളായിരിക്കും അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? നമുക്ക് ചെവി അടയുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ? ചില ആളുകൾ യാത്ര ചെയ്യുമ്പോൾ, ചില ആളുകളല്ല ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അത് ഫീൽ ചെയ്യാറുണ്ട്. എന്താണ്? ചെവി അടയുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് എന്തൊരു കാരണം? എന്തുകൊണ്ടാണ്? വായുവിന്റെ അളവിൽ ഉണ്ടാകുന്ന കുറവ് കാരണമാണ് സംഭവിക്കുന്നത്. ചെവി അടയുന്നതായിട്ട് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഒരുപാട് ഉയരങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ അല്ലെ, എവറസ്റ്റ് പോലുള്ള ആളുകൾ കീഴടക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് പോവുക? ഒരു ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണ് ഉയരങ്ങളിലേക്ക് പോവുക. കാരണം എന്താ? ഉയർന്ന പ്രദേശങ്ങൾ എന്തായിരിക്കും? വായുവിന്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിച്ചോ. ഉയരം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? അന്തരീക്ഷ മർദ്ദം കുറയുക എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന പ്രദേശങ്ങൾ എന്തായിരിക്കും? വായുവിന്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ വായു ഇല്ലാത്ത സ്ഥലത്ത് എന്തായിരിക്കും? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായോ? നമ്മൾ പറഞ്ഞെന്താണ്? അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വായുവിന്റെ അളവിനെ പറയുന്ന പേരാണെന്ത്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷ മർദ്ദം എപ്പോഴാണ് കുറയാ? വായുവിന്റെ അളവ് കുറയുമ്പോഴാണ് സംഭവിക്കുക. എയറിന്റെ അളവ് കുറയുമ്പോഴാണ് സംഭവിക്കുക അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കുറയുക. അപ്പൊ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വായുവിന്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കുറവായിരുന്നു. അങ്ങനെ വായുവിന്റെ അളവ് കുറവായപ്പോൾ എന്ത് ചെയ്തു? വായുവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അവിടെ കുറവാണ്. അപ്പൊ എന്തായിരിക്കും? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായല്ലോ അല്ലെ? ഇനി നോക്കിയാൽ അത് നേരെ ഓപ്പോസിറ്റ്. ഉയരം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കൂടുകയുമാണ് ചെയ്യുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്താണ്? ഉയർന്ന പ്രദേശങ്ങളിലല്ലാത്ത സമയത്ത് അഥവാ നമ്മൾ ഉയർന്ന പ്രദേശത്തു നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും? വായുവിന്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ കൂടുതലായിരിക്കും. അതിപ്പോ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് അവിടെ കൂടുതലും ആയിരിക്കും. മനസ്സിലായോ? When altitude is increased, the temperature, atmospheric pressure will be decreased. അല്ലെ? അഥവാ ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യും? അന്തരീക്ഷ മർദ്ദം കുറയുകയും അഥവാ ആൾട്ടിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി ഇൻക്രീസും ആയിരിക്കും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ കോൺസെപ്റ്റിലോട്ട് പോവാം. എന്താണ്? ഒന്നാമത്തെ കോൺസെപ്റ്റാണ് ഉയരം, രണ്ടാമത്തെ കോൺസെപ്റ്റാണ് ടെമ്പറേച്ചർ അഥവാ താപം എന്ന് പറയുന്നത്. നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ, ഇതിൽ ചെറിയ കാര്യം പറയാൻ വിട്ടുപോയി. ഉയരം കൂടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഉയരം കൂടുന്ന സമയത്ത് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കുറയാണെന്ന് പറഞ്ഞു അല്ലെ? അതിലൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 10 മീറ്റർ നമ്മൾ ഉയരത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 10 മീറ്റർ നമ്മൾ ഉയരത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 1 മില്ലി ബാർ എന്ത് ചെയ്യും? 1 മില്ലി ബാർ എന്ത് ചെയ്യും?
അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. നമ്മുടെ ഒരു കണക്കാണ് കേട്ടോ. അഥവാ 10 മീറ്റർ നമ്മൾ ഉയരത്തിലേക്ക്, ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് 10 മീറ്റർ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കുറയും? ഒരു മില്ലി ബാറിന്റെയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് കുറയും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതും കൂടി ഒന്ന് നോക്കിയിട്ട് നോക്കുക. 10 മീറ്റർ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 1 മില്ലി ബാറിന്റെയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് എന്താണ്? ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടെമ്പറേച്ചർ അഥവാ താപം അഥവാ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അല്ലേ, ഇത് നോക്കിയാൽ അതുപോലെ തന്നെയാണ് എന്ത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ, താപം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? താപം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കുറയുന്നു. താപം എന്ന് പറയുന്നത് കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കൂടുന്നു. മനസ്സിലായോ? അഥവാ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുകയും ടെമ്പറേച്ചർ എന്ന് കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. നേരത്തെ അതേപോലത്തെ കൺസെപ്റ്റ് തന്നെയാണ് എന്ത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുകയും അതേപോലെ തന്നെ ഉയരം കുറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം കൂടുകയും പറഞ്ഞതുപോലെ തന്നെയാണ് എന്ത്? താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കുറയുകയും താപം കുറയുമ്പോൾ എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദം കൂടുകയുമാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് കൂടുകയുമാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് താപം കൂടുമ്പോൾ അഥവാ ടെമ്പറേച്ചർ കൂടുമ്പോൾ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യുന്നത്? കൂടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കിയേ, നമുക്ക് എല്ലാവർക്കും അറിയാം ടെമ്പറേച്ചർ അല്ലെ, ചൂട് എന്ന് പറയുന്ന സാധനം ടെമ്പറേച്ചർ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഒട്ടുമിക്ക വസ്തുക്കളൊക്കെ എന്ത് ചെയ്യും? വികസിക്കാറുണ്ട് അല്ലേ ഉണ്ട്. ഒട്ടുമിക്ക വസ്തുക്കൾ എന്ത് ചെയ്യാറുണ്ട്? ടെമ്പറേച്ചർ തട്ടുമ്പോൾ അഥവാ ചൂട് തട്ടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? വികസിക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ എടുക്കാൻ ഞാനൊരു തമാശ രൂപത്തിൽ പറയാണ്. ഇപ്പൊ വീട്ടില് ഉമ്മമാർ ചപ്പാത്തി ഉണ്ടാക്കും അല്ലെ. ചപ്പാത്തി നമ്മൾ പൊടിച്ച് മാവൊക്കെ ആക്കിയിട്ട് പരത്തിയിട്ട് എന്ത് ചെയ്യും? ചട്ടിയിലിടും അല്ലെ. ചട്ടിയിലിട്ടാണ് എന്ത് ചെയ്യാം? നമ്മൾ വേവിച്ചെടുക്കാറുള്ളത്. അങ്ങനെ വേവിക്കുന്ന സമയത്ത് എന്തായിരുന്നു? അത് പൊള്ളച്ച് വരാറില്ലേ അല്ലെ? ഒന്ന് വികസിക്കാറില്ല, ഒന്ന് പൊള്ളച്ച് വരാറുണ്ട് കേട്ടോ. മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഞാൻ ചപ്പാത്തിമ്മ കൂടണ്ട. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വികസിച്ച് വരാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ അത് ചൂടായതുകൊണ്ടല്ലേ അത് വികസിച്ച് വന്നത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക വസ്തുക്കളും എന്ത് ചെയ്യാറുണ്ട്? ചൂട് തട്ടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? വികസിച്ച് വരാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ എയർ എന്ന് പറയുന്ന സാധനം അഥവാ നമ്മുടെ വായു എന്ന് പറയുന്ന സാധനം, അതും എന്ത് ചെയ്യാറുണ്ട്? ചൂട് തട്ടുമ്പോൾ വികസിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് ഒരു എക്സാമ്പിൾ എടുക്കുക. ഇത് എയർ ആണെന്ന് മാത്രം മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ്, പൊട്ടത്തരാണെന്ന് ശ്രദ്ധിച്ചു. ഇത് എയർ ആക്കിയിട്ട് എടുക്കാം. ഇതിൽ എന്ത് ചെയ്യാണ്? ടെമ്പറേച്ചർ തട്ടുന്ന സമയത്ത് അഥവാ ചൂട് തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വികസിക്കാറുണ്ട്. ഇത് പല കഷ്ണങ്ങളായിട്ട് മാറും. മനസ്സിലായോ? വായു എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും? ഇതിവിടെ വികസിച്ച് വലുതാവും എന്ത് ചെയ്യും? അതിന്റെ കനം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഇത് നോക്കിയത് വായുവാണ് സങ്കല്പിക്കാം. വായു സങ്കല്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിന് ടെമ്പറേച്ചർ ചൂട് തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വികസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കുറയും അല്ലെ. അതിന്റെ കനം എന്ന് പറയുന്നത് കുറയും. നമ്മൾ പറഞ്ഞെന്താണ്? വായുവിനൊരു വെയിറ്റ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വായുവിനൊരു ഭാരം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ അഥവാ ചൂട് തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വായുവിന് എന്ത് ചെയ്യും? വികസിക്കും. അങ്ങനെ വികസിച്ച വായുവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. അങ്ങനെ വികസിച്ച വായുവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, എയറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ വെയിറ്റ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് എയർ മുകളിലോട്ട് പോകും. മനസ്സിലായോ? വെയിറ്റ് കുറഞ്ഞ വായു എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും അല്ലെ. അപ്പൊ ഇവിടെ വായുവിന്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോ ആയിരിക്കും അഥവാ കുറവായിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിച്ചോ, താപം കൂടി. ഇവിടെ താപം കൂടി അല്ലെ. ഇതാണ് എയർ എന്ന് പറയുന്നത്. മനസ്സിലാൻ വേണ്ടിട്ട് മാത്രം പറയാൻ കേട്ടോ, പൊട്ടത്തരാണെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ട് പറയാണ്. ഇതാണ് എയർ എന്ന് സങ്കല്പിക്കുക. ആ എയറിൽ എന്ത് ചെയ്തു? നമ്മള് ടെമ്പറേച്ചർ തട്ടില്ലേ, അഥവാ ഇവിടെ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെ കൂടി. ആ സമയത്ത് എന്ത് ചെയ്തു? അത് വികസിക്കുകയും മുകളിലേക്ക് പോവുകയും ചെയ്തു. മനസ്സിലായി? വികസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അതിന് കനം കുറയുകയും ഇവിടെ ഉണ്ടായിരുന്ന വായുവിൽ ടെമ്പറേച്ചർ തട്ടിയപ്പോൾ എന്ത് ചെയ്തു? അത് കനം കുറയുകയും അത് മുകളിലേക്ക് പോവുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു? ഇവിടെ വായുവിന്റെ അളവ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലെ. അപ്പൊ എന്തായി? വായുവിന്റെ അളവ് എന്ന് പറയുന്നത് ഇവിടെ
കുറവായി. അത് തന്നെ വായുവിന്റെ അളവ് കുറഞ്ഞ അവിടെ എന്ത് സംഭവിക്കാം? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ കുറവായിരിക്കും. മനസ്സിലായോ? വായുവിന്റെ അളവ് ഉണ്ടായിക്കഴിഞ്ഞാൽ വായുവിന്റെ അളവിനെയല്ലേ നമ്മൾ പറഞ്ഞത് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷ മർദ്ദം അവിടെ കുറവായിരിക്കും. എപ്പോ? എന്തുകൊണ്ട്? അവിടെ വായുവിന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ കുറവായിരിക്കും. മനസ്സിലായോ? ഓക്കെ. നേരെ ഓപ്പോസിറ്റ് ശ്രദ്ധിച്ചോ. എന്തുകൊണ്ടാണ് താപം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുന്നത്? ശ്രദ്ധിച്ചോ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് വശങ്ങളിലേക്കും നീങ്ങും. മനസ്സിലായോ? ഇവിടുന്ന് തട്ടിയിട്ടുള്ള വായു മുകളിലേക്ക് വികസിച്ച് പൊങ്ങുകയും അതെന്ത് ചെയ്യും? രണ്ട് വശങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും. അങ്ങനെ നീങ്ങുന്ന സമയത്ത് അതെന്ത് ചെയ്യും? അങ്ങനെ നീങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോയിരുന്ന വായു എന്ത് ചെയ്യും? തണുക്കും കേട്ടോ. ഇത് മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ്. ഇങ്ങോട്ട് പിന്നെ മുകളിലേക്ക് പോയ വായു രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്യും? വികസിച്ച് മാറുകയും അങ്ങനെ വികസിച്ച് മാറിയ വായു എന്ത് ചെയ്യും? ചൂടായി തണുക്കുകയും തണുത്തിട്ട് എന്ത് ചെയ്യും? താഴേക്ക് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. മനസ്സിലായോ? താഴത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. അതാണ് പറയുന്നത്. താപം കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? അത് തണുത്തു അഥവാ താപം കുറഞ്ഞു. താപം കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? അത് കനം കൂടിയതിനു ശേഷം എന്ത് ചെയ്തു? താഴത്തേക്ക് എന്ത് ചെയ്തു? വീണ്ടും തിരിച്ചിറങ്ങി. അല്ലെ? കനം കൂടിയ വായുവിന് മുകളിലേക്ക് പോകാൻ കഴിയോ? ഇല്ല. അപ്പൊ അതെന്ത് ചെയ്തു? നേരെ താഴേക്ക് വരികയും ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? താപം കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എന്ത് ചെയ്തു? താഴെ കൂടുകയുമാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി. താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുകയും താപം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുകയുമാണ് ചെയ്യുന്നത്. ആ കാര്യം എന്ത് ചെയ്യാം? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്തു തരാം. ഒന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ മനസ്സിലായാൽ വളരെ ഈസിയുമാണ്. ഓക്കെ. മനസ്സിലാകാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതെല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കും. ഞാൻ ഇത്തരത്തിലുള്ള എക്സാമ്പിളൊക്കെ ക്ലാസ്സിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓൺലൈൻ ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഏത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ എന്ത് ചെയ്യാം? പേഴ്സണലായിട്ട് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് എന്ത്? താപത്തെ കുറിച്ച് പഠിച്ചല്ലോ അല്ലെ? ഇനി അടുത്തതാണ് എന്ത്? ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറയുന്ന ഭാഗം കൂടി എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ. അതിനു മുന്നേ നമുക്ക് ടെക്സ്റ്റിൽ ഒരു ഭാഗമുണ്ട് അല്ലെ? നമുക്ക് പേജ് നമ്പർ 22 ചിത്രം 2.2 എന്ന് പറഞ്ഞ ചിത്രം കണ്ടോ? അത് ശ്രദ്ധിച്ചോ. അവിടെ രണ്ട് ഇത് തന്നിട്ടുണ്ട് അല്ലെ? പകലും അതേപോലെ തന്നെ രാത്രിയും തന്നിട്ടുണ്ട് അല്ലെ? അവിടെ എവിടെ ആയിരിക്കും പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതൽ, എവിടെ ആയിരിക്കും കുറവ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എവിടെ ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കാം? രാത്രി ആയിരിക്കും. എന്ത്? ഇത് രാത്രിയാണല്ലേ? അവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ഇത് രാത്രി നൈറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് എന്തുണ്ട്? ഒരു പകല് ഡേ തന്നിട്ടുണ്ട് അല്ലെ? ഡേ ടൈം തന്നിട്ടുണ്ട് അഥവാ പകല് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുണ്ട് എവിടെ ആയിരിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതൽ, എവിടെ ആയിരിക്കും കുറവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെ ആയിരിക്കും കുറവ്? ഇവിടെ ആയിരിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കുക. കാരണം എന്താ? ഇവിടെ എന്തായിരിക്കും? വെയിലായിരിക്കും അല്ലെ? പകൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒട്ടുമിക്ക സമയങ്ങളിൽ എന്തായിരിക്കും? വെയിലായിരിക്കും അല്ലെ? അപ്പൊ ആ സമയത്ത് എന്തായിരിക്കും? ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തായാലും വായു മുകളിലേക്ക് പോവുകയും ഇവിടെ വായുവിന്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അവിടെ എന്താ അനുഭവപ്പെടുന്നുണ്ട്? ലോ ആയിരിക്കും. എന്ത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ലോ ആയിരിക്കും. എന്നാൽ ഇവിടെയോ നൈറ്റിൽ ഇവിടെ ഹൈ ആയിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. കാരണം എന്താ? ഇവിടെ വെയിലില്ലല്ലോ. വെയിലില്ലെങ്കിൽ എന്താ? രാത്രിയാണ് അല്ലെ? രാത്രി എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും അല്ലെ? രാത്രി പകലിനെ പോലെ ചൂടുണ്ടായിരിക്കോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? ഇവിടെ വെയിൽ കുറവായിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. മനസ്സിലായോ? അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ടാവുമെന്ന് നോക്കുക കേട്ടോ, എന്നിട്ട് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത കോൺസെപ്റ്റോട് പോവാം. എന്താണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കോൺസെപ്റ്റ് ആണ്, മൂന്നാമത്തെ പോയിന്റ് ആണ് ഇത്. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മൂന്നാമത്തെ പോയിന്റ് ആണ് ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറയുന്നത്. ആർദ്രത എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ. അതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടും എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ശ്രദ്ധിച്ചോ. അഥവാ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കൂടുമ്പോൾ അഥവാ ആർദ്രത എന്ന് പറയുന്നത് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കുറയുന്നു. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി
ആർദ്രത രണ്ടോടെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കൂടുകയുമാണ് ചെയ്യുന്നത്. എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ? അഥവാ അറ്റ്മോസ്ഫിയർ പ്രഷർ കേട്ടോ. അറ്റ്മോസ്ഫിയർ പ്രഷർ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ആയതുകൊണ്ട് രണ്ടും എന്ത് ചെയ്യണം? കീപ്പ് ചെയ്തിട്ട് പോകണം. അപ്പോൾ മനസ്സിലാത്ത കുട്ടികൾ എന്ത് ചെയ്യാം? ചോദിക്കണം കേട്ടോ. അപ്പോൾ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുവിലുണ്ടായിരിക്കുന്ന ജലത്തിന്റെ അളവാണെന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. എയറിലുണ്ടായിരിക്കുന്ന വാട്ടർ കണ്ടന്റ് ആണെന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുക. ഇപ്പോ ശ്രദ്ധിച്ചോ, വായുവിന്റെ ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് വാട്ടറിന്റെ കണ്ടന്റ് അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നീരാവിയുടെ അളവാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഥവാ നീരാവിക്കാണോ വായുവിനാണോ വെയിറ്റ് കൂടുതൽ ഉണ്ടായിരിക്കുക? നീരാവിക്കാണോ വായുവിനാണോ വെയിറ്റ് കൂടുതൽ ഉണ്ടായിരിക്കുക? വായുവിനായിരിക്കും എന്തുണ്ടായിരിക്കുക? വെയിറ്റ് കൂടുതൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നീരാവി എന്ന് പറയുന്ന സാധനം മുകളിലേക്ക് ഉയർന്ന് പൊങ്ങുന്നത് അല്ലേ? അത് ബാഷ്പീകരിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങുകയും അതാണ് ഇത് കാർമികമായിട്ട് മാറുന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ നീരാവിയുടെ അളവായിരിക്കും എന്ത്? നീരാവിക്കായിരിക്കും എന്ത്? ഭാരം എന്ന് പറയുന്നത് കുറവുണ്ടായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ. അപ്പൊ ഹ്യൂമിഡിറ്റി അഥവാ നീരാവിയുടെ അളവ് ജലത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് കുറയുകയും ഹ്യൂമിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞാലും സംഭവിക്കുന്നുണ്ട് അന്തരീക്ഷ മർദ്ദം കൂടുകയുമാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺസെപ്റ്റ് ആണ്. ഈ ഒരു സംഭവം മാത്രം എന്ത് ചെയ്യുക? അതിൽ മനസ്സിലാക്കിയിട്ട് വെക്കുക. ഈ ഒരു സംഭവം, അതായത് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് കുറയുകയും ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യുന്നത്? കൂടുകയുമാണ് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വെക്കുക. എല്ലാത്തിലും എന്താണ്? അത് രണ്ടും എന്താണ്? വിപരീത അനുപാതത്തിലാണ് അല്ലെ? അഥവാ ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുകയും ഉയരം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദം കൂടുകയും. അങ്ങനെ താപത്തിനോ അതുപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദം കുറയുകയും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നുണ്ട് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു അനുപാതങ്ങൾ എന്ത് ചെയ്യാം? വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക. അത് എന്തുകൊണ്ടാന്നൊക്കെ എന്ത് ചെയ്തു? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൽ ഏതെങ്കിലും മനസ്സിലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. ഇനി മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം? ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 പോയിന്റോട് കൂടി നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഒന്നാമതാണ് ഹൈ പ്രഷർ അഥവാ ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ പ്രഷർ അഥവാ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തത് ഐസോബാർസ് അഥവാ സമമർദ്ദ രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചാൽ എന്താണ് ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ? മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട്, ഇതാണ് ചുറ്റുപാട് കേട്ടോ. നമ്മളൊരു ഏകദേശം നമ്മുടെ ഒരു ഏരിയ മനസ്സിലാക്കി എടുക്കുക. ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ഒരു സ്ഥലത്ത് മാത്രം എന്താണ്? അന്തരീക്ഷ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അഥവാ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹൈ പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ഒരു സ്ഥലത്ത് മാത്രം എന്താണ് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഉച്ചമർദ്ദം അഥവാ ഹൈ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും എന്ത് ചെയ്യാം? അനുഭവപ്പെടുക. മനസ്സിലായോ? അപ്പൊ ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. അപ്പൊ ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ഒരു സ്ഥലത്ത് മാത്രം എന്താണ് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അഥവാ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഹൈ പ്രഷർ അഥവാ ഉച്ച മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉച്ചമർദ്ദമായിരിക്കും, ഇവിടെയൊക്കെ എന്തായിരിക്കും? ന്യൂനമർദ്ദമായിരിക്കും. ഈ റൗണ്ടിൽ ചുറ്റുപാടുകൾ അപേക്ഷിച്ചിട്ട് ഒരു സ്ഥലത്ത് മാത്രം എന്താണ്? ഹൈ പ്രഷർ അനുഭവപ്പെടുന്നു. അതിനെ പറയുന്ന പേരാണെന്ത്? ഹൈ പ്രഷർ ഒരു സ്ഥലത്ത് മാത്രം എന്ത് അനുഭവപ്പെടുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഹൈ പ്രഷർ എന്ന് പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ലോ പ്രഷർ അഥവാ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ഒരു സ്ഥലത്ത് മാത്രം എന്ത് അനുഭവപ്പെടാണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ അതിനെ പറയുന്ന പേരാണെന്ത്? ലോ പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എന്തായിരിക്കും? അപ്പൊ ഹൈ പ്രഷർ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു സ്ഥലത്ത് മാത്രം എന്താണ് നമ്മുടെ അന്തരീക്ഷ മർദ്ദം കുറവാണെന്നുണ്ടെങ്കിൽ ആ ഭാഗമാണെന്ത്? ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് എന്തായിരിക്കും? അപ്പോൾ ഹൈ പ്രഷർ അഥവാ ഉച്ചമർദ്ദമായിരിക്കും. ഓക്കെ, ഇനി എന്താണ് ഐസോബാർസ് എന്ന് പറഞ്ഞാൽ? സമമർദ്ദ രേഖകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. അഥവാ ഹൈ പ്രഷറും ലോ പ്രഷറും ഉള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. അഥവാ ഉച്ചമർദ്ദ മേഖലയും അതേപോലെ തന്നെ ന്യൂനമർദ്ദ മേഖലയും ഉള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ മേഖലകളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ടെക്സ്റ്റിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ താഴെ ഭാഗത്തുള്ള ലൈന് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ലൈനുകളെ പറയുന്ന പേരാണ് ഐസോബാർസ് എന്ന് പറയുന്നത്. അഥവാ പിന്നെ
ഉച്ചമർദ്ദമുള്ള പ്രദേശവും അതേപോലെ തന്നെ ന്യൂനമർദ്ദമുള്ള പ്രദേശങ്ങളും എന്തായിരിക്കും, മിക്സഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലായിരിക്കും ഒക്കെ സമമായുള്ള മേഖലകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള മേഖലകളെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഇത്തരത്തിലുള്ള രേഖകൾ. ഇതിനെ പറയുന്ന പേരാണെന്ത്, ഐസോബാർസ് അഥവാ സമമർദ്ദ രേഖകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 3 കോൺസെപ്റ്റ് കൂടി, 3 കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ് ഹൈ പ്രഷർ, എന്താണ് ലോ പ്രഷർ, എന്താണ് ഐസോബാർസ് അഥവാ എന്താണ് ഉച്ചമർദ്ദം, എന്താണ് ന്യൂനമർദ്ദം, എന്താണ് സമമർദ്ദ രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മൾ ക്ലാസ് കഴിഞ്ഞു. കുറച്ച് അധികം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എന്ത് ചെയ്യാം, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, വ്യക്തമായിട്ട് തന്നെ ചോദിക്കുക. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുള്ളൂ, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഓക്കെ, ഇനി ബാക്കി ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.